ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടേക്കാ? ബേക്ക് അറേബ്യ. യെസ്, അങ്ങനെയായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, കൊട്ടാരക്കരയുള്ള ബേക്ക് അറേബ്യയിലാണ്. ആൻഡ് ഞാനുണ്ട്, ജുവലുണ്ട്, ഷെൻസുണ്ട്, ഷെൻസിൻ്റെ ഫ്രണ്ട് കമലുണ്ട്. സോ നമ്മൾ ഇന്ന് എന്താ കഴിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാം. ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തോ ലവന്മാർ രണ്ടുപേരും അവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാമേ. ഇവിടെ സൂപ്പർ വ്യൂ എന്തോ കമലിരിക്കുന്ന ഇവനാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ക്ലംസി. ക്ലംസി, ഇവന്റെ ഭാഷ ക്ലംസി. അത് ഹായ് പറ. ഹായ് പറ. അത് നമ്മളെ ചതിച്ചു ഗൈസ്. നമ്മള് ഇവിടെ വന്ന് വെറുതെ ഇരുന്നാ പോയാ ഇവര് വരത്തുമില്ല. നമ്മള് മെയിൻ നമ്മളാണ് പണിയെടുക്കേണ്ടത്. അങ്ങനെയല്ല, ഫുഡ് ഇവരെ ഉണ്ടാക്കി തരും. മെയിൻ കൗണ്ടറിന്റെ അവിടെ ചെന്നിട്ട് നമ്മള് ബില്ല് മേടിച്ചിട്ട് വേണം ഇവിടെ വന്നിട്ട്. നമുക്ക് ഇവിടെ വഴികാട്ടിയായിട്ട് ആരുമില്ല. യെസ്, നമ്മൾ തന്നെ സ്വന്തമായിട്ടെല്ലാം ചെയ്തു കണ്ടുപിടിക്കണം. വന്ന് കൗണ്ടറിന്റെ അവിടെ പോയി നമ്മള് ബില്ല് അടിച്ചിട്ട് ഇവിടെ കൊണ്ടു കൊടുത്ത് പിന്നെ അവർ ഫുഡ് തരത്തുള്ളൂ. പറ്റിച്ചു ഗൈസ്, ഇവരെല്ലാരും കൂടെ പറ്റിച്ചു നമ്മളെ. ഇവരുടെ ഒരു സോറി വെട്ടമില്ല, സർവീസും ഇല്ല. കസ്റ്റമേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ ഇവർക്ക് ഗൈസ് ഇവരുടെ ഫുഡൊക്കെ അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കസ്റ്റമേഴ്സും കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവിടെ പ്ലേസും സർവീസും ഒന്നും കിട്ടാൻ. നമ്മൾ ഇനി അടുത്ത നമ്മുടെ കൈമാസിലേക്ക് പോവുകയാണ്. കൈമാസ് ഗൈസ്, എന്നെ കാണുന്നില്ല. ഓക്കെ, നമ്മൾ കൈമാസിൽ പോയി നല്ല അടിപൊളി ബിരിയാണി കഴിക്കും. കൈമാസ് ബിരിയാണി. ഓക്കെ, അപ്പോൾ ബൈ ബൈ ഗൈസ്. നമ്മൾ ചെന്നപ്പോഴത്തേക്കിന് നമ്മുടെ കൈമാസ് അടച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി നമ്മുടെ കൊട്ടാരക്കരയുള്ള സിനിമാക്കാരൻ്റെ തട്ടുകടയിലാണ് വന്നിരിക്കുന്നത്. ലവൻ വിഷയമാണ് ഗൈസ്, ലവൻ വിഷയമാണ്. ലവനെ എല്ലാവരും നോട്ടം ഇട്ട് വെച്ചോ. ഒന്നും ഉണ്ടാക്കിക്കേ. നമുക്ക് എന്താ കഴിക്കണം? വെറൈറ്റി ചോറ് കഴിക്കും. നല്ല നിങ്ങളുടെ ന്യൂ ഹെയർ സ്റ്റൈൽ കട്ടിങ് ആണ് ഇത്രയില്ല ഗൈസ്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കാണ്. നീ അങ്ങനെ ആക്കരുത്. അങ്ങനെ എന്തുവാ ഈ ഒരു കടയുടെ സ്റ്റോറി ഇപ്പൊ പറഞ്ഞുതരും. ഓക്കെ, പറഞ്ഞോ. പണ്ടേതോ സിനിമയ്ക്കകത്ത് എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോസ്റ്റ്ലി സിനിമാക്കാരന്റെ കടയിൽ നിന്ന് അറിയപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുള്ള സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. പിന്നെ ആദ്യം ഫ്രണ്ട് പേജേ ഉള്ളായിരുന്നു. ഫ്രണ്ട് പേജോ? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്ര ആക്കി. പിന്നെ ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ പോകുമ്പോ എല്ലാരും ഇവിടെ കയറി കണ്ടിട്ടുണ്ട്. രാത്രി 12 മണി കേട്ടോ, 12 മണി 1 മണി. നീ ഞാനോട് അയാളില്ല സിനിമക്കകത്ത് ഇനി ഇവർ ബാക്കിയതാർക്കുമാണ് ഗൈസ്. പോലീസുകാരനായിട്ട് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള അയാളുണ്ടല്ലോ, സിനിമ പറ. സിനിമ മമ്മൂട്ടി. ഫുഡൊക്കെ വരുന്നവരെ നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കാം. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി ഫാൻ ഓൺ ആയി. ഇവള് പ്രൊഫഷണൽ ഗായിക, അതറിയാമോ? ഇവള് സ്റ്റേജ് സീരിയസ്ലി ഇവര് രണ്ടുപേരും പരിചയപ്പെടുന്നതിന് മുന്നേ ഇവള് ജിജോച്ചന്റെ ഓണപ്പരിപാടിയൊക്കെ ഇവിടെ പാടാൻ വന്നായിരുന്നു. ഞങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ മാളുവിനെ കണ്ടപ്പം അവള് പറഞ്ഞു ഇവിടെ കോളേജിലാന്ന് പറഞ്ഞു. നിനക്ക് ഇവന്റെ ഒരു പരിപാടി അറിയാമോ? ഇവനെ കടയിൽ കൊണ്ടുപോവാ. അപ്പം സെലക്ട് ചെയ്യുന്നത് എല്ലാം പെണ്ണുങ്ങളുടെ സാധനങ്ങളാണ്. എനിക്കിപ്പോ ഒരു പാന്റ് വേണമെന്ന് പറഞ്ഞാ പോയി പെണ്ണുങ്ങളുടെ സാധനം എടുത്തോണ്ട് വരും. എല്ലാം ലേഡീസിന്റെ സാധനം. നിങ്ങളെ താഴെ വരെ പെമ്പിള്ളാർ അവിടെ പോയി പാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ലായിരുന്നോ നിങ്ങള്? അതിപ്പോ പെമ്പിള്ളാരിപ്പോ
അപ്പൊ തന്നെ ഇപ്പൊ പാന്റ് ആണിപ്പുണ്ടോ പെണ്ണുങ്ങളും ആമ്പിളാരൊക്കെ ഇപ്പൊ ഒരേ പാന്റ് ആണ്. അന്ന് ഈ ബാഗ് ഇട്ടുകൊണ്ട് നടക്കാം. ഈ പാന്റ് എന്തോന്നറിയാമോ? ഇത് ഡോഡ്ജയുടെ വേറൊരു സാധനം. അവനെ കത്തിയില്ല ഇതുവരെ നീ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. എന്തുവാ മനസ്സിലായി എന്താ എന്ത് മനസ്സിലായേ? ഗൈസ് ഇത് എന്തുവാ? ആ കൊത്തു പൊറോട്ടയാണ്. കപ്പ ബിരിയാണി ഇതുവരെ വന്നില്ല. എങ്ങനെയുണ്ട്? ഇനി എങ്ങനെയുണ്ട്? അത് ഒറ്റ വായി ഞാൻ കുക്കുമ്പോ ജയിച്ചു. നിങ്ങളുടെ സാധനം വെറൈറ്റിയാ. ഓക്കെ ഇതാണ് എന്തോ ആ കപ്പ ബിരിയാണി. ലൈം ടീ ആണ് ഗൈസ്. ഇത് നമ്മളിത് തിന്ന് തീർക്കാൻ പോണ്. തിന്ന് തീർക്കാൻ വേണം. തിന്ന് തീർത്താ എനിക്ക് 100 രൂപ ഗൂഗിൾ പേ ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ചട്ടി താണ്ടേ ഇത്ര ആയിട്ടുണ്ട് ഗൈസ്. ഇന്നും മുടിക്കോ നോക്കണ്ട. അയ്യോ തീരും. ഗൈസ് അതിനകത്ത് ആ ലൈൻ ടീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തേലും അവിടെ നടന്നേനെ. ആ ലൈൻ ടീ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആനയാണേ പറഞ്ഞു പഠിപ്പിക്കൂടി നിന്നെ. ഓക്കെ ഇന്ന് 50 വേണ്ട 100 എന്നെ വെല്ലുവിളിച്ചല്ലേ. പക്ഷെ മൊത്തം നിങ്ങളെ കണ്ടോ ഇതിൽ കണ്ട ഇതേപോലെ ഇരിക്കണം. ഇതേപോലെ അങ്ങനെയാണെങ്കിൽ സെറ്റാ. വലിയ വേറെ പോപ്കോൺ, ലേസ്, വെള്ളം, മുട്ടായി എല്ലാം തിന്നിട്ട് താ വന്നിരുന്ന് ഈ തീരാറാണ് വലിയ വായാട്ടോ. പറ്റുമോ? എനിക്ക് തിന്ന് തീർക്ക് തിന്ന് തീർക്ക്. അത് കഴിഞ്ഞിട്ടോ ആദ്യം ബെറ്റ് പറ എന്നിട്ട് നമ്മൾ തിന്ന. നീ വണ്ടിക്കകത്ത് വണ്ടി കുലുക്കല്ലേ. കുരുക്കല്ലേ ഒന്നും അങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ പോയാൽ പൊട്ടു. ഇപ്പോഴായിരുന്നു മറ്റേ വഴി കൂടെ പോകേണ്ടത്. ഈ പണി അയിന്ന് ഇന്നലെ തുടങ്ങിയല്ല പിന്നെ മിനിയാന്ന് തുടങ്ങിയ. ഇങ്ങനെ വിലയാണോന്ന് പറഞ്ഞ ഇങ്ങനെ ഈ ഇതേപോലെ വൃത്തിയാവണം. ഇതേപോലെ വൃത്തിയായ 100 രൂപ. എന്തുവാ ഞാൻ വെളിയിലാടാ. ഓയ് ബബുട്ടി നമ്മള് വിജയിച്ചു. സ്കാൻ ചെയ്യാ. 100 രൂപ തരാതെ പറഞ്ഞ് നമ്മള് 100 രൂപ മേടിച്ചിട്ടുണ്ട്. വന്നിട്ട് എന്തിനായിരിക്കും ബാക്കി പാഴ്സലാക്കുന്നുണ്ട്. 100 വന്നില്ല. ഇത് കണ്ടോ എന്നെ വിളിക്കുന്നല്ലേ. പൈസ ഇതുവരെ വന്നിട്ടില്ല. സെർവർ ഡൗൺ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. എനിക്ക് ക്യാഷ് കൊടുത്ത് നമ്മൾ ഇറങ്ങി. ഗൈസ് ഇതുവരെ നമ്മുടെ ബെറ്റിന്റെ പൈസ കയറിയിട്ടില്ല. കമൽ ഉടായ്പ നമ്പർ 1 ഉടായ്പാണ്. ഒരു മാക്സിമം വണ്ടിയിട്ട് കുലിക്കാൻ നോക്കുന്നുണ്ട്. എന്നെ കുലിക്കാൻ ഞാൻ ഛർദ്ദിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചുമ്മാ നാട്ടറേ നമ്മുടെ 100 രൂപ കിട്ടിയിരിക്കുന്നു.
ഞാൻ ആരാ ഏട്ടാ? സത്യത്തിൽ ഏട്ടാ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് വിചാരിച്ചു. ഗൈസ് നമ്മളെ തിരിച്ച് വീട്ടിൽ ഗൈസ് നമ്മളെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. എന്താണ്ട് കുടിക്കാണ്. ഇതിവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയത് നമുക്ക്. ഗിഫ്റ്റ് അമ്മച്ചി ഇതാ പൂസായിട്ടുണ്ട്.